ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ 444 മാനിഫെസ്റ്റേഷൻ പോർട്ടൽ ഓണാവുന്ന ദിവസമാണ്. അതായത് ഏപ്രിൽ 4 നാലാമത്തെ തീയതി, നാലാമത്തെ മാസം, ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുന്ന ഒരു ദിവസം. അപ്പോൾ നാളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. വെറും 4 പ്രാവശ്യം മാത്രം നമ്മളൊരു വാക്ക് എഴുതിയാൽ മതിയാവും. അതുവഴി നമുക്ക് എന്താണോ വേണ്ടത് അത് പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും. എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുന്നതിന് മുൻപായിട്ട്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. പെട്ടെന്ന് ധനവരവ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി ചൊല്ലേണ്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലക്ഷ്മി മന്ത്രത്തെക്കുറിച്ച് ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കാണണം. ഒപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ധനം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പറയേണ്ടുന്ന ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചും ഏപ്രിൽ മാസത്തിലെ ത്രിപുഷ്കര യോഗത്തെക്കുറിച്ചുമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ മൈത്രേയ മുഹൂർത്തത്തെ പറ്റിയും. ഇത് കാണാത്തവർ ആ വീഡിയോ പോയി കണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോവരുത്. അപ്പോൾ നാളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാം. ഇതെല്ലാ പോർട്ടൽ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. എന്നാലും കുറച്ച് പേര് സംശയം ചോദിക്കും. യാതൊരുവിധ സംശയവുമില്ല, ആർക്കും ചെയ്യാം എന്നുള്ളതിൽ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒറ്റ കാര്യം, ഞാൻ പറയുന്ന ടൈമിങ്സ് ആണ്. ആ ഒരു സമയം നമ്മൾ കറക്റ്റായിട്ട് പാലിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറന്നു പോകും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം ഫോണിൽ അലാറം വെച്ചാൽ മതിയാവും. അല്ലാത്ത പക്ഷം തിരക്ക് പിടിച്ച ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. സമയം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നാളെ നമ്മളിത് എപ്പോഴാണ് ചെയ്യേണ്ടത്? നാളെ രാവിലെ 4 മണിക്കും 4:59 ഇടയ്ക്കുള്ള സമയം, ബ്രഹ്മമുഹൂർത്തമാണ് ആ ഒരു സമയമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ആ ഒരു സമയത്ത് ഈ 444 പോർട്ടൽ ഓൺ ആയിട്ടിരിക്കുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ രാവിലെ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വൈകിട്ട് 4നും 4:59 ഇടയ്ക്കുള്ള സമയത്ത് ഇത് ചെയ്യാം. അതിൽ തന്നെ 4:44 എന്നുള്ള സമയം, ആ ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തു തുടങ്ങിയാൽ അത് വളരെ ഉത്തമമാണ്. അതായത് 4:44 AM അല്ലെങ്കിൽ 4:44 PM. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനെന്താണ് നമുക്ക് വേണ്ടത്? എപ്പോഴും ഞാൻ പറയുന്ന ഒരു പേപ്പറാണ്. ഇപ്രാവശ്യം നമുക്ക് പേപ്പറിൻ്റെ ആവശ്യമില്ല. പകരം നമുക്ക് വേണ്ടത് ബേ ലീഫാണ്. ബേ ലീഫ് അഥവാ ബിരിയാണി ഇല എന്ന് പറയും. ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാ കടകളിലും ഇത് കിട്ടും. സ്പൈസസ് മേടിക്കുമ്പം ആ ഒരു കവറിൽ, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ കവറിൽ മേടിക്കുമ്പോൾ നമുക്കിത് കിട്ടും. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ചെറിയ പലചരക്ക് കടയാണെങ്കിലും അവിടെ പോയി ഈ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ബിരിയാണി ഇലയെന്നോ ബേ ലീഫ് എന്നോ അങ്ങനെ എന്ത് ചോദിച്ചാലും അത് കിട്ടും. ഇനി ചിലയിടത്ത് വഴണയില എന്ന് പറയാറുണ്ട്. അത് പക്ഷേ വളരെ വലുതാണ്. അത് പച്ചയിൽ എഴുതിയിട്ട് കാര്യമില്ല, ഉണങ്ങിയതിൽ തന്നെ എഴുതിയെങ്കിലേ നമുക്കിതിന് ഫലം കിട്ടുകയുള്ളൂ. അപ്പം ഈ ഇലയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിലിനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഈ ഇല ഒറ്റ ഒരു ഇലയാണ് നമുക്ക് ആവശ്യം. ഒരുപാടൊന്നും വേണ്ട. ചിലപ്പം ചില ഇല എടുക്കുമ്പം കീറിയതായിരിക്കും, ഒടിഞ്ഞതായിരിക്കും. മാക്സിമം അങ്ങനെയുള്ള ഇലകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിവതും ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇല കിട്ടുമെങ്കിൽ എടുക്കണം. കിട്ടാനില്ലാത്ത പക്ഷം നമുക്ക് ചെറിയ ചില കീറലുകളോ ഒടിഞ്ഞതോ ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒരു ഇല എടുക്കണം. പച്ച കളറിലെ ഒരു സ്കെച്ച് പെന്നോ മാർക്കറോ എടുക്കണം. പച്ചയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് പച്ച കളറാണ്. അപ്പോൾ പച്ച കളർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പച്ച കളർ എടുക്കാനൊരു നിവൃത്തിയില്ല, നാളെ ഈ സമയത്തിനുള്ളിൽ പോയി മേടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവർക്ക് കറുപ്പൊഴിച്ചുള്ള ഏതൊരു കളറും എടുക്കാം. ഇതിൽ നമ്മൾ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇത് കിഴിയാനോ കീറാനോ പാടില്ല. എഴുതുമ്പം നമ്മളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചെഴുതണം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നാളെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിലവിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടോ അതിന് മുൻപായിട്ടോ ചെയ്യാം. അതായത് നിലവിളക്കിൻ്റെ മുൻപിൽ തന്നെ ഇരുന്നിട്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ
ഞാൻ ഈ പറഞ്ഞ 2 സമയത്തിൽ ഏതൊരു സമയത്താണോ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് സ്വസ്ഥമായ ഒരിടത്ത് പോയിരുന്ന് മനസ്സിനെ കാം ആൻഡ് ക്വയറ്റാക്കി നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു ആഗ്രഹത്തെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ഒരേ ഒരു ആഗ്രഹം മാത്രമേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്. ഇപ്പം വെളിയിൽ പോകണം, ജോലി വേണം, ഇന്ന പൈസ വേണം, ലോൺ ശരിയായി കിട്ടണം, ആരോഗ്യം നന്നായിരിക്കണം, ഭർത്താവിന് സ്നേഹമുണ്ടാവണം, ഭർത്താവിൻ്റെ മദ്യപാനം മാറണം, മക്കൾ നന്നായി പഠിക്കണം, മക്കളുടെ സ്വഭാവം നേരെയാണ്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു ആഗ്രഹം സെലക്ട് ചെയ്യുക. ഭർത്താവിൻ്റെ മദ്യപാനം മാറണം എന്നുള്ളതാണെങ്കിൽ മദ്യപാനം, ആരോഗ്യം നന്നാകണമെങ്കിൽ ആരോഗ്യം, കടം തീരണം എന്നാണെങ്കിൽ എത്ര രൂപയാണോ കടം തീരാനായിട്ട് നിങ്ങൾക്കുള്ളത് ആ ഒരു എമൗണ്ട് മനസ്സിൽ കാണണം. ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാണോ ലോൺ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ പൈസ നമ്മൾ മനസ്സിൽ കാണണം. അതിനുശേഷം ഈ ബേ ലീഫിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട കാര്യം നമ്മൾ എഴുതണം. ഞാനിപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് സന്തോഷം എന്നുള്ളതാണ്. 4 പ്രാവശ്യം സന്തോഷം 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 സന്തോഷം. അതായത് നമുക്ക് സന്തോഷം വേണമെങ്കിൽ സന്തോഷം എന്ന് മാത്രം. അതായത് ഞാൻ സന്തോഷവതിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷം 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 എന്ന് എഴുതുക 4 പ്രാവശ്യം. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾ 4 പ്രാവശ്യം ഈ ബേ ലീഫിൽ എഴുതുക. എഴുതിയതിന് ശേഷം അത് കയ്യിലെടുത്ത് പിടിച്ച് നമ്മൾ ആ എഴുതിയ കാര്യം നടന്നു കിട്ടി, നമ്മളതിൽ സന്തോഷവതിയാണ്, ആരോഗ്യം നന്നായിരിക്കുന്നു, ഇനിയിപ്പോൾ ഒരു ജോലി കിട്ടി, അബ്രോഡിലൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിൽ കാണാം. അതിനുശേഷം അത് നമ്മൾ കത്തിച്ച് കളയണം. ഇപ്പം നമ്മുടെ വീട്ടിൽ വെളുത്ത മെഴുകുതിരി ഉണ്ടെങ്കിൽ, ക്യാൻഡിലുണ്ടെങ്കിൽ ആ വെളുത്ത മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ആ നാളത്തിൽ ഇത് കാണിച്ച് കത്തിച്ച് കളയാവുന്നതാണ്. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കളറിലെ മെഴുകുതിരി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. വെളുപ്പാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ടാണ് വെളുത്ത കളറെന്ന് പറഞ്ഞത്. അങ്ങനെ അത് കത്തിച്ചിട്ട് ആ ചാരം അതേപോലെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ വലത്തെ കൈയിൽ ആ ചാരം പിടിക്കണം. എന്നിട്ട് വീടിന് വെളിയിൽ വന്നിട്ട് അത് നമ്മൾ പ്രപഞ്ചത്തിനെ നോക്കി, പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോട്ടോ നോക്കി നിന്ന് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഈ 2 ഭാഗത്ത് ഏതിലോട്ടെങ്കിലും നോക്കി നിന്ന് കത്തിച്ച് ആ ചാരം പ്രപഞ്ചത്തിന് സമർപ്പിക്കണം. ഇനി വടക്ക് കിഴക്ക് ഭാഗത്ത് വാതിലില്ല, ബാൽക്കണി ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ജനലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജനലിൽ കൂടിയും നമ്മുടെ വലത്തെ കൈയിൽ നമ്മൾ ആ ചാരം വെച്ചിട്ട് ആ കൈ നമ്മൾ ജനലിന് പുറത്തോട്ട് വെച്ചിട്ട് ഊതി പറപ്പിച്ച് വിട്ടാൽ മതിയാവും. അതിനുശേഷം നമ്മളതിനെ കളഞ്ഞേക്കുക. ആ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ പ്രപഞ്ചം നമുക്ക് നമ്മളിലോട്ട് കൊണ്ടുവന്ന് എത്തിച്ചു തരും. നമുക്കറിയാം ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻസൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ സാധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. സമയം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഒന്നെങ്കിൽ അതായത് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക, 4:59 ഇത് കഴിയണം. വെറും 1 മിനിറ്റ് പോലും നമുക്കിതിനാവശ്യമായിട്ട് വരില്ല. പിന്നെ 4:44 എന്നുള്ള സമയത്തിന് പവർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു സമയം സെലക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.